Hello friends, welcome to the channel. We already thumbnail compare credit B Moneyway loans service best features India top loan app credit B Moneyway. This actually our service types of features providing service providing them number of customers almost top Credit B history Credit B NBFC Crazy B private limited NBFC. This actually we actually customer care banker waste service banker RBI ban customer care customer care service actually app rating Google Play Store App Store rating competition Moneyway Navy competition actually normally customers competition service almost credit experience comparison almost similar online loan platforms RBI approach the NBFC loan amount or credit B Moneyway 5,00,000 difference 100% online process app website apply maximum 10 to 15 minutes maximum disposal time same almost direct bank transfer iOS Apple Store Android app iOS difference type of loans credit B personal loan for self-employed flexi personal loans personal loan for salary salary minimum 13,000 credit score age limit 21 above EMI purchase Amazon EMI purchase vouchers loan type of loan almost 7 kodi app download almost 30,000 kodi credit already given to interest rate almost same 1.3 to 1.5 monthly same fast processing and dispersal maximum depends upon profile repayment option 3 മാസം തൊട്ട് 60 മാസം വരെയൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട് അതും ഡിപെൻഡ്സ് upon പ്രൊഫൈൽ തന്നെയാണ് ചിലവർക്ക് അത് മാക്സിമം ആയിട്ടുള്ള 60 മാസമൊക്കെ കിട്ടാറുണ്ട് ചിലവർക്ക് അത് ചിലപ്പോൾ 2 കൊല്ലം കിട്ടുള്ളൂ ചിലപ്പോൾ 1 കൊല്ലം കിട്ടുള്ളൂ ഡിപെൻഡ്സ് ആണ് പിന്നെ 100% പേപ്പർലെസ് ആണ് ഓൾറെഡി പറഞ്ഞു പിന്നെ സേഫ് ആൻഡ് സെക്യൂർ ട്രാൻസ്പെറന്റ് കൊളാറ്ററൽ ഫ്രീ ആണ് കൊളാറ്ററൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ മണിവ്യൂ കാര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവരുടെ കുറേ ടൈപ്പ് ഓഫ് ലോൺസ് വരുന്നുണ്ട് പിന്നെ ഇതിലെല്ലാത്തിനും പ്രോസസ്സിംഗ് ചാർജ് വരും നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ ലോൺസിനും പ്രോസസ്സിംഗ് ചാർജ് സംഭവം ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നോക്കുക കേട്ടോ എന്താ വെച്ചാൽ കുറേ പേര് അത് അറിയുന്നില്ല ചില പേര് അപ്ലൈ ചെയ്ത് ഇത് വെച്ചാൽ ഒറിജിനൽ ലോൺ ആണെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് ചാർജ് പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യുള്ളൂ അല്ലാണ്ട് ലോൺ തരാനായിട്ട് മുമ്പ് പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കാന്ന് പറഞ്ഞാൽ വരുന്നതൊക്കെ ഫ്രോഡുകളാണ് അത് അവരെ സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മണിവ്യൂവിൻ്റെ എൻ്റെ ഹോം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ ഇതിനുണ്ട് മണി ഹേ തോ ഹണി ഹേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിനിമയ്ക്ക് പണ്ട് ഒരു ഗോവിന്ദയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നാന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതിൽ അവർ ആക്ച്വലി എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള അവരെ ഞാൻ ഇതിൻ്റെ രണ്ടെണ്ണത്തിന് നമ്മുടെ സെറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ റെഫർ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം റെക്കമെൻഡേഷൻ സംഭവമൊന്നുമല്ല അതുപോലെ തന്നെ പ്രൊമോഷൻ സംഭവമൊന്നുമല്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ എന്നുവെച്ചാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു RBI അപ്രൂവ് ചെയ്ത ഒരു പേഴ്സണൽ ലോൺസ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടും ബെസ്റ്റ് എന്നാണ് ടോപ്പിൽ നിൽക്കുന്ന രണ്ടെണ്ണം ഞാൻ പറയാം കേട്ടോ പിന്നെ ഇതിൽ ആക്ച്വലി ലോൺ നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനൊന്നും വേണ്ട ഫോൺ നമ്പർ ചെക്ക് കൊടുക്കുക അതുപോലെ തന്നെ എമൗണ്ട് സംഭവങ്ങളൊക്കെ കൊടുക്കുക പാൻ കാർഡ് ആധാർ കാർഡ് നമ്പർ സംഭവങ്ങളൊക്കെ കൊടുക്കുക അത് നോക്കിയിട്ട് അവർ എലിജിബിലിറ്റി കാണിക്കട്ടെ അപ്പോൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് അതിൽ ലോൺ എത്ര എമൗണ്ട് നമുക്ക് എലിജിബിലിറ്റി വന്നെങ്കിൽ അതിന് സെലക്ട് ചെയ്യാം ടെനർ എത്ര വേണ്ടത് സെലക്ട് ചെയ്യാം അതിനടുത്ത് നമുക്ക് ഏത് ലോൺ ആയിക്കോട്ടെ അത് ബാങ്ക് ലോൺ ആയിക്കോട്ടെ ഇപ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ ലോൺ ആയിക്കോട്ടെ നമുക്ക് മാക്സിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ടൈം വരുന്നത് 5 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ അപ്പോൾ 5 വർക്കിംഗ് ഡേയ്സ്
ഡേയ്സ് ആണ് നമുക്ക് മാക്സിമം ടൈം വരെ. ചില കുറച്ച് മണിക്കൂർ കൊണ്ട് ക്രെഡിറ്റ് ആവും, ചിലത് മാക്സിമം വരുന്ന 5 മണിക്കൂറാണ്, അല്ല 5 വർക്കിംഗ് ഡേയ്സ് ആണ്. അതിന് ശേഷം ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അത് ലോണായാലും ക്രെഡിറ്റ് കാർഡ് ലോണായാലും ഏതായാലും ഇതാണ് മാക്സിമം ടൈം ഫ്രെയിം വരുന്നത് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മാസം തൊട്ട് 60 മാസം വരെ നമുക്ക് ടെനർ വരുന്നുണ്ട്. 100% ട്രാൻസ്പാരൻ്റ് ആണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാസൽ ഫ്രീ ആണ്, ഈസി ടു യൂസ്. ഇവർക്ക് ആപ്പ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവർക്ക് വന്നേക്കുന്നത് 45 മില്യൺ പ്ലസ് ആപ്പ് ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 12,000 കോടി ഓൾറെഡി ഡിസ്പേഴ്സ് ചെയ്തു ലോണ്. പിന്നെ 19,000 പ്ലസ് ലൊക്കേഷൻസിൽ ഇവർ സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 4.7% ഗൂഗിളിലൊക്കെ റേറ്റിംഗ് സംഭവമൊക്കെ മണിവ്യൂവിന് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ബെസ്റ്റ് ഒരു എന്താ പറയുക NBFC അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ലോൺ ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇവർ ചില ലോൺസുകൾക്ക് 5 കൊല്ലം കൊടുക്കുന്നുണ്ട്, എക്സ്റ്റെൻഡ് അപ് ടു 5 years വരെ നമുക്ക് ഇവർ കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക 1.33% പെർ മന്ത് എന്ന് പറയുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ആനുവലി 16%, 17% വരും കേട്ടോ. മിനിമം ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ആണ്. നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഹൈ ഇൻട്രസ്റ്റിൽ വരും കേട്ടോ. അപ്പോൾ സിബിൽ സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിബിൽ സ്കോർ മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും ലോൺസോ ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ എടുക്കുന്നത് കറക്റ്റായിട്ട് അടച്ചു പോവുക. ഇത് അതുപോലെ തന്നെ പേ ലേറ്റർ ആയാലും ഒരു വർഷം എടുത്തിട്ട് പിന്നെ അടയ്ക്കാണ്ടിരിക്കുന്ന പരിപാടി ചെയ്യരുത്. ഇത് കുറേ ഈ എന്താ പറയുക ഈ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ഫുള്ളി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ കയറ്റിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഡ്യൂ എമൗണ്ട് ഒരു സെറ്റിൽമെൻറ്റ് സംഭവമൊക്കെ നമ്മുടെ സിബിൽ സ്കോർ റിപ്പോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണ് അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് ലോണ് അതൊക്കെ കിട്ടാൻ പാടെന്ന് പറയില്ല, ചിലപ്പോൾ ഇമ്പോസിബിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും പണി വരുന്നൊരു സംഭവമാണ്. പിന്നെ ചില്ലറായിട്ട് കണക്കാക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ എന്താ പറയുക ആപ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ FNQ സംഭവങ്ങളൊക്കെ കാണാം. ഇപ്പോൾ മണിയൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് മിനിമം മന്ത്ലി സാലറി 13,000 വേണം. അതുപോലെ തന്നെ 650 എബോവ് സ്കോർ വേണം. 21 എബോവ് ടു 57 ഏജാണ് ലിമിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 1.33% പെർ മന്ത്, അതായത് 16% ആനുവലി കേട്ടോ. പ്രോസസ്സിംഗ് ഫീ വരുന്നത് 2% അപ്രൂവ് ഓഫ് ദ എമൗണ്ട് കേട്ടോ, അപ്രൂവ് ആയിട്ട് എമൗണ്ട്. പിന്നെ ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ 2% ഇൻട്രസ്റ്റ് പെർ മന്ത് വരും കേട്ടോ. അതുപോലെ തന്നെ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ 500 രൂപ പ്ലസ് GST വരും, എവരി ബൗൺസ് വരും. അതുപോലെ തന്നെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മിനിമം ഡോക്യുമെൻ്റ് ആണ്, ക്യൂക്ക് ഡിസ്പേഴ്സൽ, ഇതെല്ലാത്തിനും രണ്ടെണ്ണതും സെയിം ആണ്. പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫോർക്ലോസിങ്ങിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. 6 മാസം വരെ ആക്ച്വലി ഇവർ അലോ ചെയ്യാറില്ല. ക്രെഡിറ്റ് കാർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിൻ്റെ അബോവ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ടെനറാണ്. ഇപ്പോൾ ചെറിയ ടെനറാണെങ്കിൽ നമുക്ക് 3 EMI അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർക്ലോസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ മണി ലോൺസും ക്രെഡിറ്റ് ബി ലോൺസും അങ്ങനത്തെ ഒന്നും 6 മാസം വരെ ഇത് അനുവദിക്കാറില്ല. 6 മാസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 7 മാസം തൊട്ട് 18 മാസമായി നമ്മുടെ ഏജ് ഗ്യാപ്പിൽ വരുന്ന ലോണിൻ്റെ ഏജ് ഗ്യാപ്പിൽ വരുന്ന ആളാണെങ്കിൽ നമുക്ക് 6 EMI ശേഷം നമുക്ക് വേണമെങ്കിൽ ഫോർക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് സംഭവമൊന്നും ഇവർ അലോ ചെയ്യുന്നില്ല. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറൊക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും, ഇമെയിൽ ID സംഭവങ്ങളൊക്കെ അവരെ കിട്ടും. അപ്പോൾ ഇവരുടെ ടൈപ്പ് ഓഫ് ലോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലോൺ വരുന്നുണ്ട്, ലോൺ ഫോർ സാലറീഡ് വരുന്നുണ്ട്, ലോൺ ഫോർ ഫാംബേർഡ് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് സെയിം ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഫേമസ് ആയിട്ടുള്ള ടോപ്പിൽ നിൽക്കുന്ന 2 NBFCകളുടെ ഒരു കമ്പാരിസൺ. വലിയ കമ്പാരിസൺ ചെയ്യാനൊന്നുമില്ല എന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് മാത്രമല്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 ഞാൻ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളൊരു ഓൺലൈൻ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് വലിയ ഡോക്യുമെൻറ്റ് സംഭവമൊന്നും ആവശ്യം വരില്ല. നോർമലി നമ്മുടെ കറണ്ട് പോയിന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി. നോർമലി നമുക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്രൂവ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.